നമ്മുടെ അക്വേറിയം ഷോപ്പിൻ്റെ ബോർഡാണ്. അപ്പോൾ ഈ ബോർഡാണ് നമ്മുടെ ഇവിടെ ആമ്പലും താമരയും എല്ലാം സെയിൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു ലൊക്കേഷനാണിത്. എങ്ങനെയുണ്ട് നമ്മുടെ ബോർഡൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. ഇതെൻ്റെ ഗപ്പി ഫാമിൽ നമ്മുടെ ഫുൾ റെഡാണ്. ഫുൾ റെഡിൻ്റെ അത്യാവശ്യം ഈ ഒരു സൈസിനുള്ളതാണ് ഇപ്പോൾ നമ്മളിലുള്ളത്. കുറച്ചുകൂടെ സൈസിനുള്ളതുകൊണ്ട് ഈ ഒരു ടാങ്കിൽ ഈ ഒരു സൈസിനുള്ളതാണ്. ഉണ്ട് ഫീമെയിലും കണ്ടു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു പോണ്ടിൽ നമ്മളിലുള്ള ജാപ്പനീസ് ബ്ലൂ ആണ്. ജാപ്പനീസ് ബ്ലൂവിൻ്റെ മെയിലും ഫീമെയിലും ഒക്കെ പോവുകയാണ്. അത് ജാപ്പനീസ് ബ്ലൂവിൻ്റെ ഫീമെയിലാണ്. ഒരു മെയിൽ പോകുന്നുണ്ട്. ഇത് ജാപ്പനീസ് ബ്ലൂ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഈ ജാപ്പനീസ് ബ്ലൂ. ഇത് അത്യാവശ്യം നിറച്ച് പോയിക്കൊണ്ടിരുന്നൊരു വെറൈറ്റിയാണ്. ഇപ്പോഴും നിറച്ച് മുകളിലൊരു വെറൈറ്റിയാണ് ജാപ്പനീസ് ബ്ലൂ. ഇതിൻ്റെ ഫാമിലുള്ള നമ്മുടെ ഡംബോ ബിഗിയറാണ്. ഡംബോ ബിഗിയറിൻ്റെ അത്യാവശ്യം നമ്മളെ പാരൻറ്റ് പേഴ്സാണ്. കൊടുക്കാനുള്ള സൈസിനുള്ള സാധനം ഇതാണ് ഇപ്പോൾ നമ്മളിലുള്ളത്. അത്യാവശ്യം നമ്മൾ മുകളിൽ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല അട്രാക്റ്റീവാണ്. ഇതിന് നല്ല ഇയർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ ലൈറ്റിൻ്റെ കുറച്ച് അപാകത കാരണമാണ് കറക്റ്റ് നമുക്ക് എറിച്ച് കാണാൻ പറ്റാത്തത്. കണ്ട കുറച്ച് ഞാൻ പ്ലാവിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം വെള്ളത്തിനൊന്ന് pH ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ ഫാമിൽ. കാഴ്ചകൾ ഇനിയും ഒത്തിരി ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സ്നാക്ക് സ്കിന്നാണ്. സ്നാക്ക് സ്കിന്നിൻ്റെ അത്യാവശ്യം നല്ല ഇറങ്ങിയ സാധനങ്ങളാണ്. പക്ഷേ ഇതിന് നമുക്കിപ്പം സെയിലിനുള്ള പെയേഴ്സ് എത്തിക്കുന്നു. നമ്മളെല്ലാം സെയിലിന് ഇനി ഇത് ഈ ബ്രീഡിങ് പെയറും പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അടുത്ത് വീണ്ടും സെയിൽ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ഫോക്സ്റ്റെയിലൊക്കെ സെറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഫോക്സ്റ്റെയിൽ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യുക. ഫോക്സ്റ്റെയിലൊക്കെ ഇപ്പോൾ നമ്മളെല്ലാം നിറച്ച് സെയിലിനുണ്ട്. ഗപ്പീസ് മാത്രമല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉള്ളൊരു ഇതിൽ നമുക്ക് വേറൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ റെഡ് ജുവൽ എന്നറിയപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ചിൽച്ചിഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. റെഡ് ജുവൽ അത്യാവശ്യം സെയിലിനുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല സൈസുള്ള പെയേഴ്സാണ് നമ്മളതിൽ സെയിലിനുള്ളത്. ഏകദേശം ബ്രീഡിംഗ് പെയർ ആയതാണ് ഇതൊക്കെ. ഓക്കെ, നമ്മൾ കളറൊക്കെ നല്ല ഇറങ്ങി വന്നിട്ട് നല്ല ചോപ്പ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ കളർ എടുത്ത് അറിയാൻ വേണ്ടി പറ്റും. എൻ്റെ കയ്യിലുള്ള മിക്സ്ഡ് ഗപ്പി ടാങ്കാണ്. മിക്സ്ഡ് ഗപ്പിയിൽ അത്യാവശ്യം കുറച്ച് വെറൈറ്റി സാധനമുണ്ട്. പക്ഷേ ഇത് എപ്പോഴും അവന്മാർ പൊങ്ങി വരാറില്ല. അതൊരു പ്രശ്നമാണ്. കണ്ട നല്ല രീതിയിൽ അവർ ഫീഡ് എടുക്കാൻ സമയത്ത് നമ്മൾ വല്ലതും പിടിക്കുമെന്ന് പറഞ്ഞ് കുറച്ച് പേടിച്ച് എപ്പോഴും വരില്ല. പിന്നെ ഇടയ്ക്ക് കുറച്ച് കൊക്കു ഇതിലൊന്ന് കുറച്ച് കൊണ്ടുപോയി. അതുകൊണ്ട് ഇനി എത്രയൊക്കെ ഉണ്ടെന്നില്ല പിടിയൊന്നുമില്ല. ആദ്യം കണ്ട ഫിഷസ് എല്ലാം ഇവിടെ കിടക്കുന്ന ഈ കുളങ്ങളിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടാങ്കുകളിൽ നിന്നെല്ലാം നമുക്ക് ഫിഷെല്ലാം കാണിച്ചുള്ളത്. അതിനുശേഷം ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഇത് ഓപ്പൺ ചെയ്യാത്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്താൽ കുറച്ച് എടുത്ത് വയ്ക്കാൻ കുറച്ച് പാടാണ്. പിന്നെ ഇതിലുള്ള ഫിഷസ് എല്ലാം ഇതിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടുള്ള ടാങ്കുകൾ ഓരോന്നായിട്ട് നമുക്കിനി നോക്കാം. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ടാങ്കുകളുണ്ട്. ഈ ടാങ്കും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ഫാമിലുള്ള കാര്യങ്ങളാവും. എൻ്റെ വീട്ടിലുള്ള ഫാമല്ല, തൊട്ട് താഴെയുള്ള ഫാമെന്ന് ഞാൻ എപ്പോഴും പറയാനുള്ള ഫാമാണിത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും ഇതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ഫിഷ് ഇതെല്ലാം കാണാൻ വേണ്ടി എൻ്റെ ഗോപ്രോയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കാണില്ല. സോ അതുകൊണ്ട് എൻ്റെ പുതിയ ഫോണിലാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. കുറച്ച് വോയിസ് കുറച്ച് കറക്റ്റ് ആയിരിക്കില്ല, അത്ര നമ്മൾ നോയ്സ് ഉണ്ടാവും. അതൊന്ന് വിട്ടേക്ക്, എന്തെങ്കിലും ഒന്നിൽ കുഴപ്പമുണ്ടാവുമല്ലോ. ഇത് നമുക്ക് ഇതിൽ കിടപ്പുള്ളത് ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ഇതിൽ സോട്ടേലുണ്ട്, സോട്ടേലിൻ്റെ അടിയിൽ കിടപ്പുണ്ട്, സോട്ടേൽ കിടപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ വൈറ്റാണ്. ഇത് വൈറ്റിൻ്റെ നമ്മുടെ സ്നോ വൈറ്റാണ്. പ്ലാറ്റിനം ഫുൾ വൈറ്റാണ്. ഇത് പ്ലാറ്റിനം ഫുൾ വൈറ്റിൻ്റെത് കുറച്ച് പെയർസ് നമുക്ക് പെയർ തീരുന്നു, അത് സെയിൽ തീരുന്നു. കാരണം ഈ കാണിക്കുന്ന ഫിഷെല്ലാം നമുക്ക് പാക്ക് ചെയ്യാനുള്ളതാണ് സാധനം. അത് കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് ഇടയ്ക്ക് ദിവസം തുറന്നിട്ടിരുന്നതിൻ്റെ അകത്ത് പകുതി മീനും തീരുന്നു. കുറച്ചുണ്ട് ഇതിനകത്ത്. നമ്മുടെ വേറൊരു വെറൈറ്റി, ഇതിൻ്റെ പേര് നമ്മുടെ ഹാഫ് ബ്ലൂ ആണ്. പിന്നെ ഇത് വന്നിട്ട് ഇതാണ് നമ്മൾ അവിടെ ഒരു വലിയ ടാങ്ക് നിറച്ച് കിടപ്പുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്യാത്തൊരു ടാങ്കിൽ നിറച്ചുണ്ട്. ഇത് നമ്മുടെ ബ്ലാക്ക് ഐ കോയിയാണ്. ഇതിലെല്ലാത്തിനും ക്യാപ്പ് വരാം. അതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത. ഇതും അത്യാവശ്യം നമുക്ക് നല്ല മൂവുള്ളൊരു വെറൈറ്റി തന്നെയാണിത്. അല്ല, ബ്ലാക്ക് ഐ കോയിൻ്റെ ആ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. ഈ ബ്ലാക്ക് ഐ കോയി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 2 വെറൈറ്റി നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് സീത്രൂ കോയും കിട്ടും, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പ്ലാറ്റി കിടപ്പുണ്ട്, നിയോൺ പ്ലാറ്റിയ ഉണ്ട്. നമുക്കിത് കറക്റ്റ് എൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്തിരിക്കാം, നിയോൺ പ്ലാറ്റിയ. അത് നമ്മളിപ്പോൾ നിയോൺ പ്ലാറ്റിയ ഉണ്ട്. പിന്നെ അടുത്തതാ ഇതിനകത്ത് മിക്കി മൗസ് പ്ലാറ്റിയാണ് കിടപ്പുള്ള. മിക്കി മൗസിൻ്റെ സോഡാണ്. ഓക്കെ, മിക്കി മൗസ് പ്ലാറ്റിയാണോ, കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഓക്കെ, എന്തായാലും സാധനം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മളിലുള്ള നമ്മുടെ സാന്താക്ലോസ് ആണ്. സാന്താക്ലോസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ്. സാന്താക്ലോസിൻ്റെ അത് പാരൻറ്റ് പെയറാണ്. ഇനിയും 2 പെയറുണ്ട്, നല്ല സൈസ് ഉള്ളതുണ്ട്. പക്ഷേ ഇതിനകത്ത് ഫുള്ള് പ്ലാന്റ്സ് ആണ്. ഇത്രയും പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് എനിക്കുള്ളൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് മീനുകൾ നമ്മൾ വലിയ കെയറൊന്നും ഇല്ലാതെ തന്നെ കിട്ടും. അത് ഒരു പാരൻറ്റ് പെയറാണ്. പക്ഷേ ഇതിനേക്കാളും സൈസുള്ള പാരൻറ്റ് പെയറുണ്ട്. അതെപ്പോഴും പൊങ്ങി വരാറില്ല. എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ വീഡിയോ എടുത്ത സമയത്ത് പൊങ്ങി വന്നുകൊണ്ട് വേറൊരെണ്ണം നല്ല ഇയർ ഉള്ളതുണ്ട്. ഇത് മെയിൻ പാരൻറ്റ് പെയറിലുള്ളതാണ്. പിന്നെ എല്ലാത്തിനും ഇയറായി വന്നിട്ടില്ല.
പിന്നെ ഇതിന് ഇത്രയും ഈ ഒരു ക്വാളിറ്റി കിട്ടാൻ കാരണം ഫിഷിന് നമ്മളിത് ഈ ഒരു നാച്ചുറൽ കണ്ടീഷനിൽ ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് സാധനം എടുത്ത് ഞാൻ കൂടുതൽ കുഞ്ഞുങ്ങൾ ഇതിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തത് ഇതിലേക്ക് മാറ്റും. അത് നമ്മൾ സെപ്പറേറ്റ് മാറ്റാൻ വേണ്ടി കുഞ്ഞുങ്ങൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളർ സെറ്റായി വരുന്ന ഇതിലാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരാൻ വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങൾ കുറേ സ്പേസ് വേണം. അപ്പോൾ നല്ല രീതിയിൽ അത് വളർന്നു വരും. സോ അതിനുവേണ്ടി അതിലിട്ടിട്ടുണ്ട്. അടുത്ത് നമ്മളുടെ ഇതിൽ വരുന്നത് നമ്മുടെ വൈറ്റാണ്. വൈറ്റിൻ്റെ കുറച്ച് ഇതിനകത്തുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ വൈറ്റ് അത്യാവശ്യം പൊളിയാണ്. HB വൈറ്റ് പേസ്റ്റൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അവന്മാരെല്ലാവരും ഫുഡ് കൊടുത്തപ്പോൾ വന്നു, ഇപ്പോൾ കാണാനില്ല. വാടാ ഒരുത്തം പൊങ്ങി വരുന്നു. ഇതെൻ്റെ ഫീമെയിലാണ്. മെയിൽ അത്യാവശ്യം കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ളതാണ്. കണ്ട മെയിൽ നല്ല ഇയറൊക്കെ വരും. കണ്ട അടിയിൽ കൂടെ നടപ്പുണ്ട്. കണ്ട നല്ല ഇയർ വരുന്ന ഒരു വെറൈറ്റിയാണ്. HB പേസ്റ്റലിലെ ഫോട്ടോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മുടെ ബിസിനസ് അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി. കണ്ട ഇതാണ് HB പേസ്റ്റലിൻ്റെ നമ്മുടെ മെയിൻ പാരൻറ്റ് ടാങ്കാണ്. അപ്പോൾ ഇതും ഞാനിപ്പോൾ ഈ ടാങ്കുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള സാധനത്തിനടുത്ത് അതിലേക്ക് ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതിൽ നിന്ന് കുഞ്ഞുങ്ങളെ സെറ്റ് ആകുമ്പോൾ എടുത്ത് മാറ്റാറാണ് പതിവ്. ആ ടാങ്കിലാണ്, സെക്കൻഡ് ടാങ്കിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്ത് മാറ്റും. പിന്നെ ഇതിൽ നമ്മുടെ ഇതിനകത്ത് വരുന്നത് നമ്മുടെ മോസ്കോ ബ്ലൂ ആണ്. മോസ്കോ ബ്ലൂവിൻ്റെ അത്യാവശ്യം മോസ്കോ ബ്ലൂവിൻ്റെ കുറച്ച് പേർ ഇതിൽ ഉണ്ട്. ഇതിൻ്റെ കുറേ വേറെ സെക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ വേറെ ഒന്നിൽ സെറ്റ് ചെയ്യും. അങ്ങനെ കുഞ്ഞുങ്ങളെ നമ്മൾ സെറ്റ് വേറെ എടുക്കാറുണ്ട്. അടുത്ത് നമ്മൾ ഈ ഒരു ടാങ്കിലാണെങ്കിൽ നമുക്ക് ഗപ്പീസ് അല്ല, ഗപ്പീസിൻ്റെ ഒരു മീൻ മാത്രമുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ റെഡ് സെവറത്തിൻ്റെ കുഞ്ഞുങ്ങളും റെഡ് സെവറും പിന്നെ നമ്മുടെ കോയി സോട്ടയിലൊക്കെ ഉണ്ട്. ദെൻ അടുത്ത് ഞാൻ ബൾക്കായിട്ടൊരു ഫിഷ് ഇടയ്ക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. സോ ബൾക്കായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു മെയിൻ ടാങ്കാണ് ഇത്. ഈ ബൾക്ക് ടാങ്കിൽ ഞാൻ ചെയ്യുന്ന ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെറൈറ്റിയാണ്. എനിക്ക് പേഴ്സണലി ഒത്തിരി സെയിലായി പോകാറുണ്ട്. കാരണം ഇത് എൻ്റെ കയ്യിലാണ് കൂടുതൽ ഈ വെറൈറ്റി ഉള്ളത്. എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ഒത്തിരി പേരെ ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഗ്രീൻ കോബ്രയാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. 150 കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ എൻ്റെ സാധനം ശരിക്കും ഉണ്ടെങ്കിൽ നമ്മൾ റേറ്റ് കുറയ്ക്കും. ഇപ്പോൾ നമ്മൾ പേർ 100-നൊക്കെയാണ് കൊടുക്കുന്നത്. വീഡിയോ കണ്ടു വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചൊക്കെ ചോദിക്കാം. ഗ്രീൻ കോബ്രയാണിത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിൽ ഗപ്പീസ് മാത്രമല്ല, പിന്നെ ഇതുപോലെ സോട്ടയിലുണ്ട്. സോട്ടയിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നോർമൽ സോട്ടയിലല്ല, കോയി സോട്ടയിലാണ്. കോയി സോട്ടയിലെ പ്രത്യേകത ഇതിൻ്റെ വന്നിട്ട് ആ മിഡിൽ പോർഷനിൽ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു വൈറ്റും പിന്നെ ഹെഡിലൊരു ക്യാപ്പ് പോലത്തെ ഒരു അപ്പിയറൻസ് കിട്ടും. ഇതാണ് നമ്മുടെ സോട്ടയിൽ ഗപ്പീസ്. അത്യാവശ്യം നല്ല സൈസുള്ള പേരൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നിയോൺ ആണ്. ഇത് നോർമലി അത്ര ആരുടെയും കൈകളിൽ ഇല്ലാത്തൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ നിയോൺ വെറൈറ്റിയാണ്, പ്ലാറ്റിയുടെ. ഇതൊക്കെ നമ്മളിപ്പോൾ സെയിലിനുണ്ട്. ബൾക്ക് ക്വാണ്ടിറ്റി ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ബൾക്ക് കുറേ ഓർഡേഴ്സ് ഇപ്പം നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2-3 ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഓർഡേഴ്സ് തന്ന ഓരോ കസ്റ്റമേഴ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗപ്പീസും പിന്നെ നമ്മുടെ ഓരോ ബിസിനസ്സൊക്കെ നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നു. തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.